അമ്മേ ഓടിക്കോ. അയ്യോ ബാബു ഇപ്പൊ അവിടെ ഞാൻ കണ്ടതാരിയാ. അയ്യോ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇടി കൊടുക്കാം, അപ്പൊ ഓടുവായിരിക്കും. നിങ്ങൾ പ്രേതമല്ലേ? ശരി ഞാൻ നിർത്താം, പക്ഷെ നിങ്ങൾ പ്രേതമാണോ അല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ മാത്രമേ ഞാൻ നിർത്തുകയുള്ളൂ. ശരി ഞാൻ നിർത്തി. അത് പിന്നെ സ്വാഭാവികട്ട ഞാൻ ഇന്നലെ ഓഫീസിൽ വന്നപ്പോൾ നമ്മളെ ബോസ് അവിടെ നിൽക്കുകയായിരുന്നു. ബോസിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലത്ത് വരാൻ പറയും. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ബോസ് പ്രേതമായിട്ട് മാറി ബാബുവേട്ടന്റെ രൂപമൊക്കെ കെട്ടി. ബീച്ചിലേക്ക്. എന്നിട്ട് ഞാൻ ഓടി. പിന്നെ അതിന് മുമ്പുണ്ടല്ലോ ബീച്ചിൽ പോകുന്നെങ്കിൽ എയർപോർട്ടിലൊക്കെ വിളിച്ച് പ്ലെയിനിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണ്ടേ. പക്ഷേ ബോസ് അങ്ങനെയൊന്നുമല്ല കൊണ്ടുപോയി. ബോസ് നടത്തിയാ കൊണ്ടുപോയി. 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിൽ. ശരി വാ. ശരി ബാബു കേട്ടാ, ഞാൻ ഇവിടെ നിൽക്കാം, വേഗം വരും. അയ്യോ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ശരി പോകാം. ബാബു കേട്ടാ ശരിക്കും ചെന്നൈ കണ്ട പൈസ ഇവിടെ ഇങ്ങനെ കറങ്ങേണ്ട കാര്യം നമുക്ക് 2 ഞാൻ കണ്ടു. കണ്ടോ ബാബു കേട്ടാ, ഇതൊക്കെയാണ് ഞാനന്ന് കണ്ടത്. ശരി ശരി ചേട്ടാ ഞാൻ നോക്കട്ടെ. ബ്രേക്കിംഗ് ന്യൂസ്. ബീച്ചിലേക്ക് പ്രേതമിറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും സൂക്ഷിക്കുക. ആരും ഇക്കാലത്ത് ബീച്ചിലേക്ക് പോകരുത്. കണ്ടോ ബാബു കേട്ടാ? എങ്ങനെ അത് നടക്കുമെന്ന് എന്നെ കൊണ്ട് തോന്നുന്നില്ല ബാബു. അതെന്താ ബാബു കേട്ട ഒരു സൗണ്ട് കേട്ടെ? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ചാനലിൽ കാണാം. അമ്മ